ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? റാണിയാണ് കേട്ടോ. ഇന്ന് ഞാൻ നേരത്തെ തന്നെ എഴുന്നേൽക്കേണ്ടി വന്നു. ഒരു 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുറച്ച് അത്യാവശ്യ കേസുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് പുറത്തോട്ട് നോക്കുമ്പോൾ വീണ്ടും ബെഡിനിടയിലോട്ട് കയറാൻ തോന്നുന്നുണ്ട്. നോക്കി നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്ത് നിൽക്കുന്നേ. അങ്ങനെ ഞാൻ താഴെ വന്ന് മുടിയെല്ലാം പൊക്കി അങ്ങോട്ട് പിടിച്ച് കെട്ടുവാണേ. നമ്മൾ സാധാരണ ഉണ്ടല്ലോ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് നമ്മൾ എല്ലാം കൂടെ ഇങ്ങോട്ടും ഇങ്ങനെ നിറുകെ കെട്ടി വെച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരാശ്വാസം കിട്ടത്തില്ല. ആ ഒരു ആശ്വാസം എനിക്ക് കിട്ടുന്നത് കൊണ്ട് രാവിലെ തന്നെ അതിരാവിലെ ലിപ്സ്റ്റിക്ക് കുത്തി അങ്ങോട്ട് തേക്കുവാണ്. എന്നാ പറയുന്നതെന്ന് പറയാം. ഞാനുണ്ടല്ലോ ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി എന്തായാലും പറയാം. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അതുപോലെ ചെറുതായിട്ടൊന്ന് കണ്ണൊക്കെ ഒന്ന് കണ്ണെഴുതിയതിൻ്റെ പുറത്ത് ഒന്നുകൂടെ ഒന്ന് കരി പോലെ അങ്ങോട്ട് കറുപ്പിച്ച് എഴുതുവാണ്. മൊത്തത്തിൽ എനിക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ നമുക്ക് വേണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ണിൻ്റെ ഒരു വാലൂടെ ഇട്ടേക്കാന്ന് വിചാരിച്ച് വാല് വരച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇതൊരു ഫേസ് സിറമാണ് കേട്ടോ. വൈറ്റമിൻ സി സിറം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ റീൽസും ഷോർട്സും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഇത് ഇടുന്നതായിരിക്കും. നല്ല സുന്ദര സാധനമാണ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇത് ഉണ്ടാക്കിയതാണേ. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇത് ഫ്രഷാണ്. ഇത് ഫ്രഷ് ഓറഞ്ചിൽ നിന്നും ചെയ്തേക്കുന്നതാണ്. ഇതെങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെയും രാത്രി ഇടാമെങ്കിൽ സൂപ്പറായിരിക്കും. അടിപൊളിയാണ്. ഇതിന് മുന്നേ ഞാൻ സിറത്തിൻ്റെ വീഡിയോസ് നമ്മൾ ഓൺ സിറം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ റീൽസും ഷോർട്സൊക്കെ ഇടുമ്പോഴേക്ക് അതോടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സെയിം ചാനലിൽ തന്നെയാണ് ഇത് വരുന്നത്, പക്ഷെ നല്ലതായിരിക്കും. പറ്റുവാണെങ്കിൽ ഞാനിതിൻ്റെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ തലയിലൊക്കെ ഇട്ടിയേക്കുന്ന ഈ ഒരു സ്ക്രഞ്ചീസ്, അത് സൂപ്പറായിരുന്നു. ഞാൻ നമ്മുടെ ഷോർട്സൊക്കെ ഇട്ടപ്പോഴേക്കും അതിനകത്ത് വന്ന ആളുകൾ കമൻറ്റ് ഇട്ടാനെന്ന് പറയാം. സ്പീഡ് പറഞ്ഞു കൊണ്ടുമായിരുന്നു. കാരണം എന്താണെന്നറിയാം, നമ്മളിപ്പം യൂട്യൂബിലൊക്കെയാണ് 1 മിനിറ്റിൽ നമ്മളിത് ഫിനിഷ് ചെയ്യണം നമ്മുടെ ഷോർട്സ്. അപ്പോൾ 1 മിനിറ്റോട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോട് ഒറ്റയടിക്ക് പറയാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടിയിടും. അങ്ങനെയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും പറയും, ഈ പുള്ളിക്കാരി ഈ പുള്ളിക്കാരി പറയുന്നത് ഒന്നും തിരിയുന്നില്ല, മനസ്സിലാകാൻ വേണ്ടി ഒന്നുമല്ല, ചുമ്മാ ഇതൊന്നും ശരിയാവത്തില്ല എന്നുള്ള രീതിയിലേ. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. എന്നാലും നേരം ഒരു വഴി ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇച്ചിരി എനർജിയൊക്കെ ഞാൻ സേവ് ചെയ്ത് വന്നേക്കുവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. നേരം വെളുത്ത് എഴുന്നേറ്റ് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാപ്പിയെ കുറിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. കാണാൻ പറ്റുന്ന രൂപത്തിലായിരുന്നില്ല, കാരണം അത്രയ്ക്ക് മുടിയെല്ലാം പറന്നിരിക്കുകയായിരുന്നു. അത്ര നേരത്തെ നമ്മൾ എഴുന്നേക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ലല്ലോ. പിന്നെ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒന്ന് സുന്ദരി അയക്കാമെന്ന് വിചാരിക്കുന്നത്. വലിയ സുന്ദരി കാക്ക വിളിച്ച കൊക്കാവില്ല, എന്നാലും പറ്റുന്ന പോലൊക്കെ നമുക്കൊന്ന് സുന്ദരി അയക്കാം. ഈ ലിപ്സ്റ്റിക്ക് ഉണ്ടോ, ഞാനുണ്ടല്ലോ അന്യായ വില കൊടുത്ത് വാങ്ങിച്ചാണ്. എനിക്കൊന്ന് 14-15 പൗണ്ട് കൊടുത്ത് വാങ്ങിയതാണേ. അവർ പറഞ്ഞു 16 മണിക്കൂർ നിൽക്കുമെന്നോ എന്തൊക്കെയോ പറഞ്ഞു. വെറും പൂളുക വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയേ. പെട്ടെന്ന് തന്നെ പോകും, പക്ഷെ നല്ല ക്രീമി ആയിട്ടൊരു ഇതാണ്. നമ്മളിപ്പോൾ ഒരു വെള്ളം കുടിച്ചാലോ എണ്ണ കുടിച്ചാലും അതല്ലാതെ പറ്റും. അതാണ് അവസ്ഥ. ഇതൊന്നും വാങ്ങിച്ച് വെറുതെ പൈസ കളയരുത് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ഇടുന്ന ഈ മെബലിൻ്റെ ഇത് സൂപ്പറാണ് കേട്ടോ. പിന്നെ വേറെ കമ്പനികളും ഉണ്ട്, ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. പിന്നെ എപ്പോഴും സ്ഥിരം ഉപയോഗിക്കുന്നതിന് താല്പര്യമില്ല, മാറ്റി കൊടുക്കുന്നത് എനിക്കിഷ്ടം, വേറെ കമ്പനികളെ. അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നേ ഉള്ളൂ. എന്നാലും നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. മോനെന്നെ പറ്റിയേ? ആരാ മോനെ വഴക്ക് പറയുന്നേ? എന്തിനിങ്ങനെ കരയുന്നേ? അലച്ചുവല്ലി കരയുന്നേ? മോനെ എവിടെ പോയിട്ട് വന്നാ നമ്മുടെ മുത്ത്? ആരെ കണ്ടു മോനെ? മോൻ്റെ എനിമിയെ കണ്ടോ? ഓ, എനിമീനെ കണ്ടോ നമ്മുടെ പൊന്നിൻ്റെ? തക്കുടു അച്ചോടാ, കുഞ്ഞിന് വെച്ചമായിപ്പോയോ? മോൻ കിങ് അല്ലേ, പിന്നെങ്ങനെ മോന് വെച്ചമാവനെ? നമ്മുടെ പൊന്നിന് എന്തിനാണ് വെച്ചമാവണ്ടേ? അമ്മയുടെ ലയൺ കിങ് ആണ് ഇത്. ആണോ? ഞങ്ങളിത് നടക്കാൻ പോട്ടെ. അങ്ങനെ വേണ്ട ആസ് യൂഷ്വൽ ഞാനും ചിപ്പുച്ചിയും കൂടെ പതുക്കെ നടക്കാൻ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. ഇതെന്നും ഉള്ളൊരു ശീലമാണ്. അവിടം വരെ പോകത്തുള്ളൂ, ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഞാൻ തിരിച്ച് കയറി വരും. ആദ്യമൊക്കെ ഇച്ചിരി വെയിറ്റൊക്കെ ഇട്ട് നിൽക്കും, പിന്നെ പറന്ന് പറഞ്ഞ് ഓടി നമ്മുടെ പുറകെ വരും. അതൊരു സന്തോഷം കേട്ടോ. പിന്നെ ഈ ഫ്രഷ് എയർ അടിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖമാണ്. രാവിലെ ഒരു ഫ്രഷ് എയർ ഒക്കെ അടിച്ചിട്ട് നമ്മുടെ പണിയിലേക്ക് പ്രവേശിക്കുന്നതും അല്ലെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ നടക്കാൻ വരാറുണ്ട് കേട്ടോ.
ഈ വണ്ടി വേറെ ഒന്നുമല്ല, നമ്മുടെ പൊന്നുമണി ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി വരുന്ന ലേഡിയാണിത് കേട്ടോ. ഈ ഒരു വണ്ടിയിലാണ് അവൾ പഠിക്കുന്നത്. എന്തായാലും ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, 1-2 ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ. നല്ലൊരു ലേഡിയാണ് കേട്ടോ, നന്നായിട്ട് പഠിപ്പിക്കുക. അവൾ വളരെ ഹാപ്പിയാണ്. വണ്ടി വരുന്ന കണ്ടപ്പോഴേ ആ ബുഷിൻ്റെ ഇടയ്ക്കോട്ട് ആൾ കയറി, എന്നിട്ട് ഇതേ ഉടനെ തിരിച്ചിങ്ങ് പോരുക. അങ്ങനെ ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു. ഒരു കൊച്ചു നടപ്പാണെങ്കിലും ഒരു രസമുണ്ട്. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഞാൻ വിട്ടടിച്ചിങ്ങ് നടന്നു പോരുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ ശത്രുക്കളെയൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ലല്ലോ. അതിൻ്റെ ഒരു വിഷമമാണെന്ന് തോന്നുന്നു. ഇടയ്ക്കൊന്ന് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കും, ഓടി. പിന്നെ ഞാൻ അവനെ മൈൻഡ് ചെയ്യാനും പോയില്ല, ഞാനിങ്ങനെ നടന്നു പോകുന്നു. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പാഞ്ഞിങ്ങ് പോരും. നോക്കിയാൽ എൻ്റെ മക്കളെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഇച്ചിരി മാങ്ങ ചെത്തി പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇവിടെ കിട്ടുന്ന മാങ്ങ ഇതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്തോരം ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ വന്നപ്പോഴേക്കും എന്നാ കിടക്കാച്ച് മാങ്ങ കിട്ടുമായിരുന്നു. ഇവിടുത്തെ മാങ്ങയൊക്കെ ഇത്ര ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഇതിന് ഇച്ചിരി മധുരം ഉണ്ടായിരുന്നു. നോർമലി ഇത്ര മധുരമൊന്നും വരത്തില്ല. ഇതെന്തായാലും നല്ല മാങ്ങപ്പഴമായിരുന്നു. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ നീലമാങ്ങയാണ്. ഒന്ന് വാങ്ങിച്ച് ഇത്തവണ കഴിച്ചോ. ഇനി അങ്ങോട്ട് നാട്ടിൽ വരുമ്പോഴേക്കും ആ നീലമാങ്ങ കണ്ടാൽ മതിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. അതിൻ്റെ കളറൊക്കെ കാണാൻ വളരെ രസമായിട്ടുണ്ട്, പക്ഷേ അത്ര പോരാ. പിന്നെ ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ നമുക്ക് പറ്റും. ഓക്കെ, ജീവിച്ചോണ്ടിരിക്കുന്നതുണ്ടോ? ഇതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അത് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ടുള്ള ഗുസ്തിയാണ്. ഇനിയിപ്പോ വൈകുന്നേരമായി ഇതേ മുടിവെട്ടിലേക്ക് പ്രവേശിച്ചേക്കുവാണ്. എന്തായാലും കുറച്ച് ദിവസമായിട്ട് മുടിവെട്ട് തുടങ്ങി. സുരക്ഷ മുടി അപ്പടി വളർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കളറിങ് വേണം. ഈവൻ എൻ്റെ മുടി വരെ നിങ്ങൾ ഒരു കാരണവശാലും ഉണ്ടല്ലേ അമോണിയ ഫ്രീ, ആ ഫ്രീ, ഈ ഫ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൈ ഉണ്ടാവും. ഞാൻ ഇത്രയും കാലം അങ്ങനെ ഡൈ ഉപയോഗിക്കത്തേ ഇല്ല. എന്നാന്നറിയാമോ, ഈ ഡൈ ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാനാണെങ്കിൽ എണ്ണയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് 1 പ്രാവശ്യം നമുക്ക് ലണ്ടനിൽ കൊണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു, ഒരു നിവർത്തിയില്ല. സുരക്ഷ തലേ തൂത്ത ഡൈയുടെ ബാക്കിയെടുത്ത് ഞാൻ തൂത്തു കേട്ടോ. മക്കളെ നരം പിടിച്ച് എനിക്ക് തന്നെ അറിയത്തില്ല. 1 പ്രാവശ്യം തെച്ചു. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഓടി പിടിച്ചുള്ള പരവേശം പിടിച്ചുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. 1 പ്രാവശ്യം കൂടെ തെച്ചു. തീരുമാനമായി. അവിടെ ഇവിടെ എല്ലാം കംപ്ലീറ്റ് നരച്ചു. കഴിഞ്ഞ ദിവസം വീട്ടിട്ട് പരണ്ടിട്ട് പറഞ്ഞു മുടിയൊക്കെ നരച്ചല്ലോ എന്ന്. സത്യമാ. അപ്പൊ ഇതിങ്ങനെയെന്ന് വെച്ചാൽ സാധാരണ അവിടെ ഓരോന്നും പതുക്കെ വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ വെള്ള പേപ്പർ പോലെ വെളുത്ത് വരും. അമോണിയ ഫ്രീ എന്നൊക്കെ പറയും, വെറുതെയാ. ഈ ഹെന്നയിലൊക്കെ അമോണിയ ഫ്രീ എന്ന് പറയും, ചുമ്മാതാ. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും വായിച്ചിട്ട് തേക്കാത്തവര് ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ തേക്കരുത്. നിങ്ങളുടെ ഉള്ള കഞ്ഞി പാറ്റ വീഴുന്ന പറയാനുള്ളത്. മുടി വെട്ടി കഴിഞ്ഞപ്പോഴേക്കും ആള് ആകെ മാറിപ്പോയിട്ട് തോന്നുന്നുണ്ടോ? നോക്കിക്കേ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മുടി വെട്ടുന്നതിന് മുന്നേ ഒരു 10 വയസ്സ് പറഞ്ഞാലും തോന്നില്ലേ? അങ്ങനെ നമ്മൾ മുടി വെട്ടി കഴിഞ്ഞു, നല്ല മാറ്റമല്ലെന്ന് നോക്കി. ഇതാ ഞാൻ പറയുന്നത്, ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്. ഇവര് കറക്റ്റ് സമയത്ത് മുടി വെട്ടിയില്ലെങ്കിൽ ഒരുമാതിരി പരുവത്തിൽ നിൽക്കുന്നത്. ഇങ്ങനെ ചെവിയുടെ മേളിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങിയിട്ട് എന്താ വൃത്തികേടാണെന്നറിയാമോ? ഈ ചെവി എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഈ ഇങ്ങനെയുള്ള ചെറുക്കന്മാരുടെ, പ്രത്യേകിച്ചും ഈ കവളുള്ള, ഞങ്ങൾ പിന്നെ കുടുംബപരമായിട്ട് ഞങ്ങളുടെ ട്രേഡ് മാർക്കാണ് ഞങ്ങളുടെ കവളെന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ ഈ കവൾ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് കൂടുതൽ വണ്ണം തോന്നിക്കും. എന്നെ കണ്ടോ വീഡിയോയിലൊന്നും കൂടെ തോന്നിക്കും. സുരേഷിനാണെങ്കിലും കവളം കൂട്ടി ചാട്. പ്രത്യേകിച്ച് ഈ കൃതാവ് രണ്ടുണ്ട്. ഒന്നൊന്നും അടങ്ങി നിൽക്കുക. സ്കൂൾ പിള്ളേരുടെ കഷ്ടമാണ്. ഈ 2 കൃതാവ് ഇങ്ങനെ ചാടി നല്ല വീതിയിലൊക്കെ വെച്ച് വളർന്ന് ഒക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുമാതിരി വരുക. അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് നന്നായിട്ട് ഷോട്ട് ചെയ്തു. ഇവിടെ എല്ലാം നന്നായിട്ട് ഷോട്ട് ചെയ്തു. അപ്പൊ മൊത്തത്തില് നന്നായിട്ടില്ലേ? ആ മീശയൊക്കെ കറപ്പിച്ച് സുന്ദരനായി. എനിക്കിനി എത്ര പൈസ തരണമെന്ന് എനിക്കറിയത്തില്ല. ഹലോ, ഇന്നലത്തെ ചാർജ് 50 പൗണ്ട്. ഇങ്ങോട്ട് വെച്ചേ. ഡൈ ഇട്ടു, മുടി വെട്ടി. മേക്കപ്പോ? ഓ ശരി, അവിടെ എങ്ങായി. എനിക്ക് പ്രായമായതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ആണാ പറയുന്നത്. എന്നാലും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? കുഞ്ഞുമറിയം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ പറ്റുവാണെങ്കിൽ സെറം എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ. വിറ്റമിൻ സി സെറം. അപ്പൊ എന്തായാലും നമുക്ക് അതൊന്നും ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറയാം. അപ്പൊ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ എങ്ങനെയാണ് വിറ്റമിൻ സി സെറം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇത് അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടൊരായിട്ടാണ്. സൂപ്പർ. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ്, പുറത്തുനിന്നൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുമൊന്നുമില്ല കേട്ടോ. ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് മാത്രം ഒരു ചെറിയ ഡബ്ബയിലോ അങ്ങനെ വല്ലതും ഉണ്ടാക്കിയാൽ മതി. ഞാനത് തേക്കാറുണ്ട്. നല്ല രസമാണ്. അത് മുഖത്ത് തേച്ച് കഴിയുമ്പോഴേക്ക് നല്ലതായിട്ട് അങ്ങ് അബ്സോർബ് ചെയ്ത് പോകും. കാണാനും ക്യൂട്ടാണ്. പിന്നെ
എന്താ പറയുന്നത്, രാവിലെയും വൈകുന്നേരം, ഇനിയിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നാണെങ്കിലും ഒരു പ്രശ്നമില്ല. വിറ്റമിൻ സി ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഇത് അപ്ലൈ ചെയ്തിട്ട് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ടാൻ വീഴാൻ ചാൻസ് ഉണ്ട്. അത് ഏത് വിറ്റമിൻ സി സീറം ആണെങ്കിലും. അപ്പോൾ നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത്, പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ. പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ. ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഓക്കെ, എന്തായാലും സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം എന്നെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തത് നമ്മുടെ ഇത് ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓൾറെഡി ഞാൻ റീൽസിന് വേണ്ടി എടുത്തായിരുന്നു. അത് ഞാൻ എന്തായാലും ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നല്ല സുന്ദരം ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ ഓറഞ്ച് പീല് എടുക്കുക. അതിൻ്റെ തൊലി എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് ഒരു 2-3 ഓറഞ്ചിൻ്റെ അല്ല 2 ഓറഞ്ചിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളക്കണം. അതിനകത്തെ സത്ത് മുഴുവൻ ഇങ്ങനെ ഇറങ്ങണം. സത്ത് മുഴുവൻ ഇറങ്ങി കഴിയുമ്പോൾ ആ സത്ത് മാത്രം നമുക്ക് മതി, ആ വെള്ളം മാത്രം നമുക്ക് മതി. അത് വറ്റുമല്ലോ എന്നാലും. ആ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഉണ്ട്. ആ ഒരു എമൗണ്ട് നമുക്ക് പാത്രത്തിലേക്ക് എടുക്കുക. കുറച്ചേ ഉണ്ടാവുള്ളൂ, എടുത്തു മാറ്റുക. അത് നിങ്ങൾക്ക് വിറ്റമിൻ സി നമുക്ക് ജസ്റ്റ് ടോണറായിട്ട് നമുക്ക് അത് മാത്രമാണെങ്കിലും മതി. ടോണറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സൂപ്പറാണ്. നിങ്ങളുടെ മുഖം നന്നായിട്ട് ഗ്ലോ ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ഈ പാടുകളൊക്കെ പോകാനൊക്കെ ഒരുപാട് നല്ലതാണ്. റിങ്കിൾസിന് നല്ലതാണ്. നല്ലൊരു ബ്രൈറ്റനപ്പ് തോന്നും. വിറ്റമിൻ സി സീറത്തിനെ പറ്റി അധികം പറയേണ്ട കാര്യമില്ല. അത്രയ്ക്കും സൂപ്പറാണ്. നല്ലൊരു ഗ്ലോ നമുക്ക് തരും. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഓറഞ്ചിൻ്റെ അല്ലി എടുത്തിട്ട് വെറുതെ സ്ക്വീസ് ചെയ്തിട്ട് അത് മുഖത്ത് തേച്ചിട്ട് നിങ്ങളൊന്ന് കഴുകിക്കളഞ്ഞേ. അപ്പം തന്നെ അറിയാം. അല്ലെ എൻ്റെ ചെറുതായിട്ട് തേൻ ചേർത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാനതിട്ട് കുപ്പിയിലാക്കിയതാണ്. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താണ്. ഇതുവരെ ഞാൻ റീൽ ഇതിൻ്റെ ഇറക്കിയില്ല. കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എടുത്തിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ കൈവശിരിപ്പുണ്ട്. ഇതാ കണ്ടോ, ഇതുണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. നല്ല ഇതുപോലെ കളറിൽ കിട്ടും. നല്ല കളറുള്ള ഓറഞ്ചിൻ്റെ തൊലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. ഇത് തീരും ഞാൻ വീണ്ടും ഉണ്ടാക്കി വെക്കും. തീരും ഉണ്ടാക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇവിടെ ഇരിക്കുന്നതാണ്. ഇതിനകത്തുനിന്ന് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എങ്ങനെയാണ് ഞാൻ ഇതിനകത്തുനിന്ന് ഇപ്പം ഇതാ നോക്കിക്കോളൂ. ഒരു സ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നുണ്ടല്ലോ നോവീസ് ധ്രുവീസ് അലോവേര ജെല്ലാണ്. ഇതൊരു നല്ലൊരു കമ്പനിയാണ്. ഈ കുട്ടി എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് അയച്ചു തന്നായിരുന്നു. ഇത് എങ്ങനെ ഉണ്ടെന്ന് പരീക്ഷിച്ചിട്ട് മാത്രം ചേച്ചി അതിൻ്റെ റിവ്യൂ തന്നാൽ മതി എന്ന്. പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്തേക്ക് നിങ്ങൾ നോക്കിക്കേ, ഓൾമോസ്റ്റ് തീർന്നു. നല്ല അലോവേര ജെല്ലാണ്. ഇത് മാത്രമല്ല, ഇവർക്ക് ഒരുപാട് ഹെയർ പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇവർക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് ഞാൻ ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഇതാ കണ്ടോ, 1 ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 1 ടീസ്പൂണോളം അലോവേര നല്ല നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അലോവേരയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരുമാതിരി പുട്ടും എന്നെ പീരയും പോലെ ഇങ്ങനെ കിടക്കും. ഇത് കണ്ടോ, ഇങ്ങനെ കിടക്കും. നന്നായിട്ട് ബീറ്റ് ചെയ്തെങ്കിൽ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് എത്തത്തുള്ളൂ. അപ്പം നല്ല സുന്ദരമായിട്ട് ബീറ്റ് ചെയ്യണം. ചുമ്മാ ഇളക്കിയിട്ട് മാറ്റി അവിടെ വെക്കരുത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസി വരത്തുള്ളൂ കേട്ടോ. ഇനി പ്രധാനമായിട്ട് ചേർക്കേണ്ട കാര്യമാണ് ഗ്ലിസറിൻ കേട്ടോ. ഇതൊന്നും അലർജി ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കൊരു പ്രശ്നങ്ങളില്ല. ഇതിനകത്തോട്ട് ഗ്ലിസറിൻ ഇത്ര മാത്രം ഞാൻ ഗ്ലിസറിനെ ചേർക്കുന്നുള്ളൂ കണ്ടോ. ഈ ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ നമ്മളിതിലൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മോയ്സ്ചർഡ് ആയിട്ട് സ്കിന്ന് നിൽക്കും. കൂടുതൽ സമയത്തേക്ക് മോയ്സ്ചറൈസ് ആയിട്ട് നമ്മുടെ സ്കിന്ന് നിൽക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. സ്മൂത്ത് ആയിട്ടിരിക്കും സ്കിന്ന്, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സിനകത്തും ക്രീമുകളിലാണ് എല്ലാം ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ഡ്രോപ്പ് നമ്മുടെ വിറ്റമിൻ ഇ കണ്ടോ, 2-3 ഡ്രോപ്പ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. റോസ് വാട്ടർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തൊരു 1/4 ടീസ്പൂണോളം റോസ് വാട്ടർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ സുന്ദരമായി മിക്സ് ചെയ്യാൻ. അതിന് പ്രത്യേകിച്ച് ഇനി ഒന്നും നമുക്ക് ആഡ് ചെയ്യാനില്ല. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ക്രീമി കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. നല്ല രസമാണ്. ഇത് ക്രീം കിട്ടുന്നുണ്ടോ, ക്രീം പോലെ നല്ല സുന്ദരമായിട്ട് കിട്ടുന്നുണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ മുഖത്ത് തന്നെ തേച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു കുഞ്ഞു ഡപ്പയിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊക്കെ തേച്ച് കൊടുത്തോളൂ. സൂപ്പർ കുഞ്ഞു പോലെ ഇരിക്കും. ഈവൻ ആയിരിക്കും. നമ്മുടെ കുണ്ടും കുഴിയൊക്കെ നടന്ന് ഈവനാകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കിപ്പോൾ എനിക്കൊന്ന് മേക്കപ്പിന് മുന്നിടുന്നതിനും കുഴപ്പമില്ല. കാരണം ഇത് നല്ലൊരു പ്രൈമർ പോലെ നമുക്കൊരു ഫീൽ അത്രയ്ക്ക് ഈവനായിട്ട് സ്കിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സിറം. അങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരേക്കും ശ്വാസം വിടാതെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാനം
പൊറോട്ട ചൂടാക്കി, ഫ്രോസൺ പൊറോട്ടയാണ്, ചൂടാക്കി അതിനകത്ത് ഇറച്ചിയും കൂട്ടി ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് ഫ്രൈഡേ കാണാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.